നേരത്തെ ഒരു പണിയെടുക്കാൻ സമ്മതിക്കില്ല. എക്സാക്ട്ലി. ജിപി അവിടെ കഷ്ടപ്പെട്ട് പറഞ്ഞിട്ട് ഈ പാട്ടൊക്കെ ഇട്ടൂടെ? അതെ, എന്തായാലും വെൽക്കം ചെയ്യാം. അതെ, വെൽക്കം ചെയ്യാം. അപ്പൊ ഈ സ്കൂള്, ഓഫീസ്, വീട്ടുപണി എല്ലാ ടെൻഷനും മാറ്റി വെച്ച് മാസ്റ്റർ ഞാൻ ഒന്ന് നമ്മളെല്ലാവരുമായിട്ട് കുടുംബാംഗങ്ങളായിട്ട് ഇങ്ങനെ പറയട്ടെ പഞ്ചാരടി നിന്നെ കുറിച്ചാണ്. നീ ആ ഷർട്ട് കയറി പിടിച്ചപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ വേണ്ട. ഞാൻ ഒന്നും ചെയ്തില്ല. ഞാൻ കോളർ ഒന്ന് വലിച്ചിട്ട് കൊടുത്ത എന്റെ ഭയ്യ നീരവ്ജി, എന്റെ ഭയ്യ, എന്റെ ബഡാ ഭയ്യ, ബിഗ് ബ്രദർ. ബഡായി ഭയ്യ എന്നല്ലടാ മബു, ഐ ടോൾഡ് ബഡാ ഭയ്യ. വെൽക്കം ചെയ്തോട്ടെ. നീ എന്റെ വലിയ ചേച്ചിയും പറഞ്ഞാ പോരെ? എക്സാക്ട്ലി. ഇത് ബഡി ബഹൻ, എന്റെ ബഡാ ഭയ്യ. ബഡി ബഹൻ. എന്റെ പൊന്നോ, പ്രേക്ഷകര് കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ ഒന്ന് നീ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണ്ടായിരുന്നു. അപ്പൊ ഈ സ്കൂള്, ഓഫീസ്, അടുക്കള, വീട്, പണി, അത് ഈ ടെൻഷനൊക്കെ മാറ്റി നിർത്തി ഒരു മണിക്കൂർ നമുക്ക് അങ്ങ് അടിച്ച് പൊളിക്കല്ലേ? Yes, so let us celebrate another fascinating episode of Idea D4 Dance. അങ്ങനെ നിങ്ങൾ കൈയടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കുറച്ച് ഫോൺ കോൾസ് വന്നു. ജുവൽ ജിപിനെയും പ്രിയാജിനെയും ചേർത്തൊരു ഗോസിപ്പ് പറഞ്ഞിട്ട് നാട്ടുകാരെ പറ്റിക്കാണോന്ന്. ഒരിക്കലുമല്ല. ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിരിക്കും. അങ്ങനെ നാട്ടിലെങ്ങും ഇപ്പൊ പകർച്ചപ്പനിയൊക്കെ പിടിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതുപോലെ ഇപ്പൊ ഒരു വൈറസ് ഇങ്ങനെ പടർന്നു പിടിച്ചിരിക്കുകയാണ്. ഒരിക്കലും നടക്കാത്ത അസംഭവ്യമായ ഒരു കാര്യം, നമ്മുടെ പ്രിയാജിയും ജിപിയും ചേർന്നുള്ള ഒരു ഗോസിപ്പ്. അതിന്റെ സത്യാവസ്ഥ നമ്മളിപ്പോ ഇവിടെ റിവീൽ ചെയ്യാൻ പോവാണ്. ഈ ബാംഗ്ലൂർ മുതൽ കേരളം വരെയുള്ള പല പല പത്രങ്ങളിലായിട്ട് പ്രിയാജിയെയും ഈ നിൽക്കുന്ന നമ്മുടെ കൃഷ്ണൻകുട്ടി നായരെയും ചേർത്ത് കുറച്ച് പ്രേമ കഥകളൊക്കെ ഇറങ്ങിയെന്ന് ഞങ്ങൾ അറിഞ്ഞു. പ്രിയാജിയും അറിഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സത്യം പറഞ്ഞാൽ എനിക്കും ഈ നിൽക്കുന്ന കൃഷ്ണൻകുട്ടി നായർ യാതൊരു റൂമറും ഒന്നുമില്ല. കഴിഞ്ഞ ഒരു എപ്പിസോഡില് ജിപി എന്നെ സ്റ്റേജിൽ വിളിച്ചു. റംസാൻ വന്നിട്ട് ജിപിയുടെ ഫോണില് ഫോട്ടോ എടുത്തു. അത് നമ്മുടെ കൃഷ്ണൻകുട്ടി നായരെ അത് വന്നിട്ട് ജിപി വന്നിട്ട് ട്വിറ്ററില് പോസ്റ്റ് ചെയ്തു. അതിന്റെ ഹെഡ്ലൈൻ ഓയ് സ്വീറ്റ് ഹാർട്ട് വി ഷുഡ് പോസ് മോർ ലൈക്ക് ദിസ് എന്തൊക്കെയോ അങ്ങനെ ഒരു ഹെഡ്ലൈൻ അങ്ങനെ വെച്ചു. അടുത്ത ദിവസം ബാംഗ്ലൂർ ടൈംസിന്റെ ഒരു ഹെഡ്ലൈൻ, വാട്ട് ഈസ് ബ്രൂയിങ് ബിറ്റ്വീൻ ഗോവിന്ദ് പത്മസൂര്യ ആൻഡ് പ്രിയാമണി. ആൻഡ് സ്റ്റില്ലായിരുന്നു ആ സ്റ്റില്ല്. അപ്പോ ഞാൻ പറയട്ടെ, ഞാൻ ഫിനിഷ് ചെയ്തോട്ടെ പ്ലീസ്. ഞാൻ ഫിനിഷ് ചെയ്തിട്ടില്ല. മനസ്സ് തുറക്കൂ പ്രിയാജി. അപ്പോ ന്യൂസ് എന്താണെന്ന് വെച്ചാൽ ഹെഡ്ലൈൻ വാസ് വാട്ട് ഈസ് ബ്രൂയിങ് ബിറ്റ്വീൻ പ്രിയാമണി ആൻഡ് ഗോവിന്ദ് പത്മസൂര്യ. താഴെ ന്യൂസ് പ്രിയാമണി ആൻഡ് ഗോവിന്ദ് പത്മസൂര്യന്റെ ഈ ഒരു പോസ് വന്നിട്ട് സെറ്റിലാണ്, ബാക്ക് ഡ്രോപ്പ് സെറ്റിലാണ്, D4 ഡാൻസിന്റെ സെറ്റിലാണ്. And obviously Priyamani she's enjoying herself as a judge. Govind Padmasurya vanittu is according to Bangalore Times good looking idana. So oru nalla oru pair aayirikkum. Idinde idu between the two of them endengilum oru nalla chemistry ee picture la thonunundu. പക്ഷെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വി വിൽ ഓൺലി ഗെറ്റ് ടു നോ ലേറ്റർ എന്ന് അങ്ങനെ ഒരു ന്യൂസ് വന്നു. പക്ഷെ സത്യത്തിൽ എനിക്കും ഈ കൃഷ്ണൻകുട്ടി നായർന്നും ഒന്നുമില്ല. ആക്ച്വലി പ്രിയാജി സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രിയാജിനെ പോലെ ഇത്രയും സുന്ദരിയായ ഒരു നാഷണൽ അവാർഡ് വിന്നറിനെ ചേർത്ത് ഒരു പടം എടുത്തിട്ട് കഴിഞ്ഞാൽ അതൊരു തരം സെൽഫ് പ്രൊമോഷൻ ആണ്. ഇപ്പൊ ഗോസിപ്പ് ഇറങ്ങി ജിപി ഫേമസ് ആയില്ലേ. ഇതാണ് സംഭവം. സാധാരണ പെമ്പിള്ളേരോട് ഞാൻ മംഗലാപുരത്തൊക്കെ പഠിച്ചപ്പോ മലയാളം അറിയാത്ത സുഹൃത്തുക്കളടക്കം ഒരു ദിവസം രാവിലെ വിളിച്ചിട്ട് എടാ ഇങ്ങനെ ഒരു ന്യൂസ് കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര റീച്ച് ആയിരുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട് പ്രിയാജി, നമ്മൾ അങ്ങനെയൊന്നും ഇല്ല. ഇത് സ്ഥിരം പരിപാടിയല്ലേ? അല്ല, ഇത് കേൾക്കും. പണ്ട് ഉണ്ടായ പടത്തിന്റെ കൂടി ഒരു ഗോസിപ്പിക്കുന്ന കല്യാണം ഇറങ്ങി, കല്യാണം നടക്കാൻ പോകുന്ന പറയാം ചേർത്ത് സ്വന്തമായിട്ട് ഗോസിപ്പ് പഠിച്ചിറക്കും. അത് റിമി ടോമി ഇറക്കിയതാണ്, ഞാൻ ഇറക്കിയതല്ല. അല്ല ഞാൻ പറയട്ടെ, ഇറക്കിയതാണോ? ഞാൻ ഇറക്കിയതല്ല. അല്ല ഇത് ഞാൻ ഇറക്കിയതല്ല. സ്വന്തം ക്രിയേറ്റിവിറ്റി. ഇത് ആക്ച്വലി സെൽഫ് പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇവന് ജിപി എന്നല്ല SP എന്ന് വിളിക്കണം. സെൽഫ് പ്രൊമോഷൻ, സ്വയം പുകഴ്ത്തി എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. അപ്പൊ നമുക്ക്
നമ്മുടെ പരിപാടികളിലേക്ക് കിടക്കല്ലേ, ഇവിടെ പിള്ളേർ എല്ലാവരും റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ ഫസ്റ്റ് റൗണ്ടിൽ വരുന്നത് ഇന്റർനാഷണൽ റൗണ്ടിലാണ്. സോ ആ കൂട്ടത്തിൽ നിനക്ക് ഒരു ഇന്റർനാഷണൽ ലുക്ക് ഉള്ള ആരെയും കാണാൻ പറ്റുന്നുണ്ടോ? കൂട്ടത്തിൽ എല്ലാവർക്കും ഒരു ദിൽഷയ്ക്ക് ഒരു ഇന്റർനാഷണൽ ലുക്ക് ഉണ്ട്, അത് നീ കാണണ്ട. അതിന്റെ അപ്പുറത്ത് ഒരു ബാർബി ഡോൾ ഇരിക്കണുണ്ടോ? മാളവിക. വരൂ. സോ ആദ്യം തന്നെ ഇന്റർനാഷണൽ റൗണ്ടിൽ ലെറ്റ്സ് ഹാവ് മാളവിക. खुशी का आंखों में है ख्वाब सा, किसी का अब रास्ता मिल गया. खुशी का रिश्ता नया रहा, दिल छू रहा है, खींचे मुझे कोई डोर तेरी ओर, तेरी ओर, तेरी ओर, तेरी ओर है रब्बा. तेरी ओर, तेरी ओर, तेरी ओर, तेरी ओर, तेरी ओर, तेरी ओर है रब्बा. तेरी ओर, तेरी ओर, तेरी हमें तो यही रब्बा कसम से पता है, दिल पे नहीं कोई जोर, कोई जोर. तेरी ओर, तेरी ओर, तेरी ओर है रब्बा. तेरी ओर, तेरी ओर, तेरी ओर, तेरी ओर, तेरी ओर, तेरी ओर है रब्बा. तेरी ओर, तेरी ओर, तेरी ബാർബി ഡോൾ അതിന്റെ മേളിൽ ചെന്നപ്പോ എന്തായിരുന്നു ആകാശത്ത് ഭൂമിയിലും ഇല്ലാത്തൊരു എക്സ്പ്രഷൻ? എവിടേക്കോ പിടിക്കുന്നു. അയ്യോ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ദൈവമേ ഇതിപ്പോ എപ്പോ ഇതിപ്പോ താഴോട്ട് വീഴും വീഴുമോ? എന്നുള്ള അവസ്ഥയായിരുന്നു. എന്തായിരുന്നു അവിടെ മേളിൽ സംഭവിച്ചത്? അത് ഇന്നലെ 1 മണിക്കൂറിന് പഠിച്ച സാധനം ഞാൻ മിണ്ടണ്ട. ചെയ്തു. ഒരു മണിക്കൂറുടെ കാര്യമൊക്കെ പറഞ്ഞ് ഇനിയിപ്പോ ഇതൊക്കെ judgment കഴിഞ്ഞിട്ട് പറയാൻ പാടുള്ളൂ. അവര് കേട്ടിട്ടുണ്ടോ? ഒന്നും മിണ്ടണ്ട. എന്തായാലും നമുക്ക് മാറ്റി കളഞ്ഞു. ഈ ഞങ്ങളൊന്നും പറഞ്ഞതൊക്കെ ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. ഇറേസ് ചെയ്തു. ജഡ്ജ്മെന്റ്സിലേക്ക് കിടക്കാം. പ്രിയാജി അവിടെ ചിരിച്ചോണ്ടിരിക്കുന്നത്. പ്രിയാജി ഞങ്ങൾ കേട്ടു. അയ്യോ പ്രിയാജി പാവം മാളവിക. മാളവിക, ഇത് ഇന്റർനാഷണൽ എന്ന് പറയുമ്പോൾ ഏത് ഫോമാണ് മാളവിക ചൂസ് ചെയ്തത്? ലിറിക്കൽ ജാസ്. ലിറിക്കൽ ജാസ്. ഓക്കെ. എനിക്ക് തോന്നിയത് കുറേ ബാലെ മൂവ്മെൻറ്റ്സും കണ്ടംപററി മൂവ്മെൻറ്റ്സും വന്നു ഇതിൽ. ആൻഡ് മേ ബി സോങ് സെലക്ഷൻ വിത്ത് ഈ മൂവ്മെൻറ്റ്സ് വാസ് നോട്ട് മാച്ചിങ് ഫോർ മീ. പക്ഷേ ഈ റിങ്ങിൻ്റെ ഫസ്റ്റ് സെക്ഷൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഐ തോട്ട് ദാറ്റ് വാസ് ബ്രില്യൻ്റ്ലി ഡൺ ആൻഡ് ബാലൻസ് ഇതൊക്കെ നന്നായിരുന്നു. ആൻഡ് സെക്കൻഡ് ഇത് മാളവിക വെൻ യു ഹങ് ഓൺ ടു ദ റിങ്, അത് വാസ് നൈസ്. പക്ഷേ കുറേ ബാലെ മൂവ്മെൻറ്റ്സ് ഞാൻ കണ്ടു ആൻഡ് കണ്ടംപററി മൂവ്മെൻറ്റ്സ് ഞാൻ കണ്ടു. സോ ഐ കുഡൻറ്റ് ക്വൈറ്റ് മാച്ച് അപ്പ്. പക്ഷേ ഐ ക്വൈറ്റ് ലൈക്ക്, ഐ മീൻ ഇറ്റ് വാസ് നൈസ് ആക്ട്. നിങ്ങളുടെ ബേസിക് ഐഡിയ വാസ് കറക്റ്റ്. യു വാണ്ട് ടു ഗോ ഫോർ ലിറിക്കൽ ജാസ്. പക്ഷേ ഇതിൽ കൂടുതൽ ബാലെ ആൻഡ് കണ്ടംപററി കൊറിയോഗ്രാഫി ഉണ്ടായിരുന്നു. വെൻ യു ഗോ ഫോർ എ ലിറിക്കൽ ജാസ് ദ ഹോൾ ഡാൻസിങ് പാറ്റേൺ ഇസ് ഡിഫറെൻറ്റ്. ആൻഡ് നിങ്ങൾ സെലക്ട് ചെയ്ത പാട്ട് വാസ് സ്ലൈറ്റ്ലി മോർ ഫാസ്റ്റർ ഫോർ ദ ലിറിക്കൽ ജാസ്. സ്റ്റെപ്സ് ഫാസ്റ്റാണ്, അതിനകത്ത് യു ഹാവ് ടു ഫിറ്റ് ദറ്റ് സ്റ്റൈൽ വാസ് നോട്ട് ഹാപ്പനിങ്. ആൻഡ് യുവർ ഫസ്റ്റ് സ്പിൻ വാസ് കറക്റ്റ്. പക്ഷേ സെക്കൻഡ് സ്പിൻ, നിങ്ങൾ സെക്കൻഡ് ഫിനിഷിംഗ് പോസ് വരുമ്പോൾ ദറ്റ് വാസ് നോട്ട് വെരി ക്ലീൻ. സോ യു ട്രൈഡ് ആൻ ആക്ട്, ബട്ട് അതിൻ്റെ എക്സിക്യൂഷനിൽ ഇച്ചിരി കുഴപ്പങ്ങളുണ്ട്. ഓക്കെ.
Thank you, Thank you, Master. Master. Neerav Bhaiya. Malvika. Okay. The element of ring in your performance was nice. When it comes to lyrical jazz, there are basic steps which is called shuffle. Okay. Basically, shuffle is something where you're shuffling of your legs. There's something called shashe, which is traveling. Okay. There's something called padabure. These are the basic steps of jazz. Whether you do lyrical jazz or jazz, you'll have to incorporate those. So there were a lot of, the song selection was more of a softer version. Okay. That's the reason I think you had to use a lot of contemporary and this. So next time, just work on that. Points to work is your leg clap. When you went ahead, make sure knees are straight. Okay, that one you need to work upon. Your turns. Okay, your chaînés were not wrong, I would say correct, but hold your body up. You lost your balance both the times. For these Graham turns, okay, and for your chaîné turns, you lost your balance. So work on your balance. But for the attempt of an international style, it was good. Thank you, Neerav ji. Barbie doll. കുറേ സജഷൻസ് കിട്ടിയിരിക്കുന്നല്ലോ, കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ. വിഷമിക്കണ്ട, കമന്റ്സ് ഒക്കെ ഇച്ചിരി സങ്കടമായെന്ന് അറിയാം. നമുക്കിനി മാർക്സ് അറിയാം. സോ നീരവ് ജി, I'll give you 7 out of 10. താങ്ക് യു നീരവ് ജി. പ്രിയ ജി. Malavika, 8 out of 10. താങ്ക് യു പ്രിയ ജി ആൻഡ് പ്രസന്ന മാസ്റ്റർ. I'll give you 7. You get a total 22 and you are unsafe. ഓക്കെ, സോ ഡേഞ്ചർ സോണിലാണ്. കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് വരാം. സോ മാളവികയുടെ ഈ ഒരു ആക്ട്, ഈ ഒരു ബാർബി ഡോളിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഐഡിയ പോപ്പുലർ ഡാൻസർ ഓഫ് ദ വീക്കായി മാളവികയെ സെലക്ട് ചെയ്യാനായിട്ട് SMS-കൾ അയക്കുക. അയക്കേണ്ട ഫോർമാറ്റ് D4D സ്പേസ് K ആൻഡ് സെൻഡ് ഇറ്റ് ടു 56776. ഐഡിയ 3G സ്മാർട്ട് ഫോണിൻ്റെ കാര്യം മറക്കണ്ട. ഏറ്റവും കൂടുതൽ SMS അയക്കുന്നവരിൽ ഒരു ഭാഗ്യശാലിയെ തിരഞ്ഞെടുത്ത് ഞങ്ങൾ ഒരു ഐഡിയ 3G സ്മാർട്ട് ഫോൺ നൽകുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു വെരി മച്ച് മാളവിക. ബാർബി ഡോൾ, താങ്ക് യു. ഗെറ്റ് ബാക്ക് ടു ട്രാഫിക് സിഗ്നലിലുള്ള ലൈറ്റ്സ് ഉണ്ടല്ലോ, അവര് തമ്മിൽ ഈ ട്രയാങ്കുലർ ലവ് സ്റ്റോറി വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഇങ്ങനെ വ്യത്യസ്തമായ അയ്യെന്നു ഇങ്ങനെ വ്യത്യസ്തമായ തോട്ട്സ്, അതായത് ഈ ജീവനില്ലാത്ത സാധനങ്ങൾക്കൊക്കെ ജീവൻ ഉണ്ട് എന്ന് വരുത്തുന്ന, ജീവൻ കൊടുക്കുന്ന ഈ ചത്ത കോഴിയെ പറപ്പിക്കുന്ന പോലെ മന്ത്രവാദമൊക്കെ കാണിക്കുന്ന ഒരാൾ ഇവിടെ ഉണ്ട്. പൊതുവെ ഇങ്ങനെ ലൈഫ് കൊടുക്കാൻ പറ്റുന്നത് ഡോക്ടർമാർക്കാണല്ലോ. അതെ, ഡോക്ടർമാർക്കാണല്ലോ. അതുകൊണ്ട് ട്രയോ റൗണ്ടിൽ എത്തുന്നു നമ്മളുടെ ആഷിഖ്.
falling in love has traffic lights too, so that I would know if I should go for it, slow down, or just stop. ഈ റെഡ് ലൈറ്റിന്റെയും ഗ്രീൻ ലൈറ്റിന്റെയും ഇടയിലുള്ള മഞ്ഞ ലൈറ്റിന്റെ അവസ്ഥ ഒരു പ്രത്യേക അവസ്ഥയാണല്ലേ. 10,000-കണക്കിന് കാമുകിമാരുള്ള ജിപിക്ക് അതൊക്കെ എന്താ അവസ്ഥ? അപ്പൊ നമുക്ക് ജഡ്ജ്മെന്റ്സിലേക്ക് കടക്കാം. നീരവ് ജി, ജഡ്ജ്മെന്റ്സ് ഫോർ ആഷിഖ്. See, I like that every time you come up with some different thing, okay, and you have an imagination that what if these things have life, then what it happens. And today, last time you came up with those dummy thing, you know, you always have these unique ideas. Today, you've come with the traffic signal lights falling in love with each other, which generally doesn't happen. What I liked is that the first Kaise Jhuke, that moment was nice. In between, there was good chemistry that, you know, one is gay, you took the arm, the other person coming in, then she going out. So that story of triangle love story was pretty much clear in that portion, which was nice. I like the lift where the leg was swinging back into 90 and then it came together. That was different. What I felt at couple of portions, your sync was really nice. Okay, but at couple of portions, your sync was not there. I like the idea of painting the faces into the zebra crossing line and the 3 colors. So overall, as an act, it was good. താങ്ക് യു നീരവ് ജി. പ്രിയാജി, എനിക്ക് കോൺസെപ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഐ തിങ്ക് എവ്രി ടൈം ആഷിഖ് വന്നിട്ട് ഒരു യു കം അപ്പ് വിത്ത് സംതിങ് ഡിഫറെൻറ്റ്, സംതിങ് ക്രിയേറ്റീവ്. ആൻഡ് ഐ തിങ്ക് ഈ ആക്ടിലും നന്നായിരുന്നു. 2 ഗേൾസ് ആഷിഖ് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. കുറേ പ്ലേസസിൽ നല്ല സിങ്ക് ആയിരുന്നു. കുറേ പ്ലേസസിൽ എനിക്കും തോന്നി ദാറ്റ് ആഷിഖിൻ്റെ സിങ്ക് ഗേൾസിൻ്റെ അത്ര സിങ്ക് വന്നില്ല. ഐ തോട്ട് ആഷിഖ് കുറച്ചുകൂടെ ഒരു ഫാസ്റ്റായിട്ട് പോയി. Whereas the girls were in sync. Ichiri fast ആയിട്ട് പോയി ആഷിഖ്. But as an act, I think it was a nice act. താങ്ക് യു പ്രിയാജി. ആൻഡ് മാസ്റ്റർ എന്ത് പറയുന്നു? സെക്കൻഡ് ഹാഫ് ടുവേർഡ്സ് ദ എൻഡ് പാട്ട് വരുമ്പോൾ ഇറ്റ് കുഡ് ഹാവ് ബീൻ മൊമെൻറ്റ്സ് ഇച്ചിരി സ്ലോ ആമായിരുന്നു, സോ ദാറ്റ് ആ എക്സ്പ്രഷൻ കുഡ് ഹാവ് ബീൻ ഫെൽറ്റ് മോർ. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ദ 2 girls, you did a very good job. You were very good. Master, very introducing. Please. Vidya, I'm from Trivandrum. Okay. I'm Meenu from Trivandrum. Thank you. മീനു ആൻഡ് വിദ്യ. I mean, I'm Neera. Ashik from Thrissur. ഇത് കേട്ടോ, ഇത് കേട്ടോ. No. വിദ്യ അല്ലേ? വിദ്യ ആൻഡ് മീനു ഫ്രം ട്രിവാൻഡ്രം. അപ്പോൾ ജുവൽ വിദ്യ മീനു ട്രിവാൻഡ്രം എന്ന് പറഞ്ഞപ്പോൾ നീരവ് അവിടുന്ന് ഹായ് മീനു, ഐ എം നീരവ് ഫ്രം മുംബൈ. I said I'm Neera from because. I'm sitting right next to you. I heard you say. Ekdam chakas, bye. Yeah, hi Meenu, I'm Neera from Mumbai. നീരവ് ജിക്ക് ആ ഫാൻ വന്ന് പോയതിനു ശേഷം കുറച്ച് ഇളക്കം തിരി ഒരു കൂടിയിട്ടുണ്ട്. ഹാങ് ഓവർ ഇന്നേന്ന് ഞങ്ങൾക്ക് ഒരു സംശയം. ഒരു പൊടിക്ക് Master, അതെന്താ? വിദ്യ നീരവന്റെ വലിയൊരു ഫാനാണ്. പിന്നെ GP, നീ നിന്റെ ഇളക്കിയത് അല്ല, പോട്ടെ. ഇവിടെ നമ്മൾ ഇളന്നോളാം. നമ്മുടെ വഴി നമ്മൾ ഇത് ചെയ്തോളാം കേട്ടോ. ഈ മാസ്റ്ററിന്റെ ഒരു കാര്യം എല്ലാം കഴിഞ്ഞ് നേരെ ഇങ്ങോട്ടാ. നീ ഇങ്ങോട്ട് ചാടരുത്, നിന്റെ ബോർഡർ ഉണ്ടോ ആ ബോർഡർ നിന്നാ മതി. Lakshman Rekha. So, Meenu and Vidya, nice performance. You're very sharp, very good. Overall, a very good act. But Ichiri Kudi, there could have been some more wow moments. Adi Ichiri missing ആയിരുന്നു. Okay, all the best. താങ്ക് യു പ്രസന്ന മാസ്റ്റർ. സോ റെഡ് യെല്ലോ ഗ്രീൻ മാർക്സിലേക്ക് കിടക്കാം. ചോദിക്കാല്ലേ? അപ്പോൾ ഓക്കെ, ആര് ചോദിക്കും? യെസ്, നീരവ് ജി. For the signal lights, I'll give you 8 out of 10. താങ്ക് യു നീരവ് ജി. പ്രിയ ജി. Traffic signal lights ന് വേണ്ടി 9 out of 10. താങ്ക് യു പ്രിയ ജി. ആൻഡ് പ്രസന്ന മാസ്റ്റർ. Traffic signal വേണ്ടി I'll give 8. നിങ്ങളുടെ ടോട്ടൽ 25 and you are safe. ജയ്. അപ്പോൾ നമ്മുടെ ആഷിക്കിന് ഗ്രീൻ സിഗ്നൽ കൊടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ SMS ചെയ്ത് ആഷിക്കിന് ഐഡിയ പോപ്പുലർ ഡാൻസർ ഓഫ് ദ വീക്ക് ആക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ SMS അയക്കേണ്ട ഫോർമാറ്റ് D4D സ്പേസ് A 256776. റെഡ് യെല്ലോ ഗ്രീൻ. താങ്ക് യു വെരി മച്ച്. നമസ്തേ. ബാക്ക് ടു യുവർ സീറ്റ്സ്. GP, എനിക്ക് നമ്മുടെ അജിത്തിന്റെ ദേവദാസിനെ കണ്ടപ്പോൾ മുതലേ ഈ പെണ്ണുങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ ഗേൾസ് ടീമിൽ നിന്ന് നമുക്കൊരു പുരാവസ്തുവിനെ ഇനി ഇറക്കുമതി ചെയ്യണ്ടേ? പുരാവസ്തു. എന്ത് പുറാവസ്തിനിയാവോ?
പുരാവസ്തു. പുരാവസ്തു. ഓ ഞാൻ ഇത് പുതിയൊരു കഴിക്കാവുന്ന ഒരു ഐറ്റം പോലെ പുറാവസ്തു എന്താണ് മാസ്റ്റർ വിശക്കുന്നുണ്ടോ? എന്താണ് എപ്പോഴും ഫുഡിന്റെ കാര്യം? പുരാവസ്തു, ആന്റിക് പീസ്. അപ്പൊ അതോ ആയിരിക്കുന്ന പുരാവസ്തുവിനെ നമ്മൾ സ്റ്റേജിലേക്ക് വിളിക്കാൻ പോവാണ്. സുഷ് നല്ല സുന്ദരിയായിട്ടുണ്ടല്ലേ സുഷ്? അതെ, ചുമപ്പും സിൽവറും. എന്താ ശബ്ദമൊക്കെ ഉണ്ടാവുന്നു അവര് വരുമ്പോ. നാഗവല്ലി വരുന്ന പോലെ ഒരു ശബ്ദമുണ്ട്. നടന്നു വരൂ, വരൂ. വരൂ, വന്നാലും വരൂ, വരൂ, വരൂ. വിടമാട്ടെ. ഇതെങ്ങനെ? വിടമാട്ടെ. ചിലും കിലും ചിലും വിടമാട്ടെ. ചിലും ചിലും. ഏയ് സണ്ടാല വിടമാട്ടെ. വിടമാട്ടെ ചോദിച്ചു. സുഷ് മാസ്റ്റർ പറയൂ. സുഷ്മിത ഇതാരാണ്? സോറി, സുഷ്മിത എന്നല്ല. ഹു ആർ യു? അതല്ല സുഷ്മിത, ഇതാരാണ്? ഇതല്ല, ഇതാരാണിത്? അനാർക്കലി. ആരാ? അനാർക്കലി. അത് ഞാൻ ഇട്ടിരിക്കുന്ന അത് dress dress അല്ലേ? അല്ലേ? അല്ല, അനാർക്കലി ഒരു ക്യാരക്ടർ. അപ്പൊ നമുക്ക് Performance ഡാൻസ് കണ്ടു കഴിയുമ്പോൾ അനാർക്കലിയെ നമ്മൾ കൂടുതലായി പരിചയപ്പെടുന്നതായിരിക്കും. സോ അനാർക്കലി, ഇർക്കിലി. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്. I'm Anarkali, the icon of true love. I dedicate this performance to all those hearts beating with love. എനിക്ക് തോന്നുന്നു സുഷ വന്ന സമയത്തിനേക്കാൾ സുന്ദരിയായി തോന്നുന്നല്ലേ ഡാൻസ് കഴിഞ്ഞ് കഴിഞ്ഞ് സുഷ നോക്കുമ്പോ? ആ ഡാൻസിന്റെ മാസ്റ്റേഴ്സ്, നമുക്ക് സുഷ്മിതയുടെ കമന്റ്സിലേക്ക് കടക്കാം. നീരവ് ജി, കമന്റ്സ് ഫോർ സുഷ്മിത. Your expressions from the start till the end was superb. Thank you, sir. Okay. A lot of portions which I felt towards the end, because the music was fast, little you could not complete your steps. I just felt that, especially this turn, the hand of stretching, it just went from here to this.
Okay, so that particular portion, to be precise, there's a turn when you do and a spin, and this one, it just came from here. It didn't stretch all the way there and came the second time. So a couple of portions like these, when I mentioned, towards the end, the turns I felt could have been faster and more precise. The last hit, you were just anticipating, ab khatam hoga, it will just end right now, and the anticipation I could see in your movement. But overall, as an act, the way you've dressed up as Anarkali and all, I'm sure she must be also dressing up like that and performing. I've never seen Anarkali, so it was good for me. I liked it. Thank you, sir. Thank you, Neerav ji. Priya ji, Costumes really looking nice. Thank you, ma'am. Act wise, I thought it was nice. Kathak, try chedu in between and things. And stage usage of stage, steps in the adokka nannayirunnu. But എനിക്ക് തോന്നി once the Kathak portion start ആവുമ്പോൾ I thought maybe ഇച്ചിരി energy കുറവായി പോയോ, or as he said maybe movements, I don't know. പക്ഷേ എനിക്ക് only that portion എനിക്ക് light ആയിട്ട് ഒരു mishmash ആയിട്ട് തോന്നി. പക്ഷേ as an act as such എനിക്ക് ഇഷ്ടപ്പെട്ടു. Thank you. Thank you, Priya ji and Master. ആദ്യത്തെ വോയിസ് ഓവർ ആരെടുത്തു? ഞങ്ങൾ I am Anarkali. I am Anarkali. You? നീയോ? സുഷ്മിത തന്നെ വെച്ചത്. Can we just hear the ഇത് once more? I am Anarkali. അനാറില്ല, I am Anarkali. Anarkali. ആറ് മിസ്സിംഗ്. R എന്നല്ല പറയാ. It's R. R. I'm Phonetics. sorry. And I'm sorry. Sorry. it's R. അല്ല, It's I've R. learned like that. No, it's R. English, Accepted. communicative പക്ഷേ English literature students. but Okay. ഇല്ല നിങ്ങൾ വേണമെങ്കിൽ ഓഡിയോ കേട്ട് നോക്കിക്കോ. Your R was silent. It is Anarkali, so, not Anarkali. Excuse me, Anarkali. Could you Anarkali? please So shush, can we hear it once more? once more? Suresh Priya. Sarsha, yeah. Yes, please. I'm Anarkali. Ana. Okay. Anar. R was silent. അടുത്ത സെന്റൻസ് പറയൂ. Continue. The icon of true love. You. Oh. Okay. ഞാൻ പറയുന്നില്ല. ഇത് എന്തുവാടേ? കളിയാക്കാൻ. ഒന്ന് നിർത്തൂ. ഓക്കെ. എന്തൊക്കെയോ പറയുന്നു. നീ Excuse me, literature student ആണോ? സുഷ്മിത, literature ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പഠിച്ചിട്ടുണ്ട്. പഠിച്ചിട്ടുണ്ട്. ഏതോ Communicative കാര്യത്തിൽ. English. Okay. ഇപ്പോൾ സുഷ്മിത പഠിച്ചിരുന്നതല്ലേ? സുഷ്മിത കമന്റ് പറഞ്ഞാല് Come in. സുഷ്മിത നിങ്ങളുടെ കോസ്റ്റ്യൂം നന്നായിട്ട് Sir, ഇരുന്നു. please. Oh God. So, please. Oh God. God, come on, baby, what's up? സുഷ്മിത കോസ്റ്റ്യൂം നന്നായിരുന്നു. Thank you, sir. Your expression was really good. Thank you, sir. നല്ല ചേഞ്ച് ഓവേഴ്സ് ഉണ്ടായിരുന്നു. ബട്ട് ടുവേർഡ്സ് ദ എൻഡ് വരുമ്പോൾ ആ കഥക് പോർഷൻ്റെ ഫാസ്റ്റ് വരുമ്പോൾ ഐ തോട്ട് അവിടെ ഇച്ചിരി ക്ലംസിനെസ് കൂടി, ഷാർപ്നെസ് ഉണ്ടായിരുന്നില്ല. സോ ആ സെക്ഷൻ കുഡ് ഹാവ് ബീൻ മോർ ബെറ്റർ. ഓവറോൾ ഇറ്റ് വാസ് നൈസ്. So, Neeraj ji, സുഷ്മിതയുടെ മാർക്സ് ഒന്ന് പറയാമോ? So Anarkali, I give you 8 out of 10. Thank you, sir. Thank you, Neeraj ji and Priya ji. Marks for you? For this Anarkali, 8 out of 10. Okay, super. And Master. ഈ അനാർക്കലി പെർഫോമൻസിന് വേണ്ടി ഞാൻ 8 out of 10 തരുന്നുണ്ട്. സോ യുവർ ടോട്ടൽ 24 and you are safe. Wow. Thank you, sir. Anarkali, are you the happy? So, നമ്മളുടെ അനാർക്കലിയുടെ ആ പെർഫോമൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഐഡിയ പോപ്പുലർ ഡാൻസർ ഓഫ് ദ വീക്ക് ആയിട്ട് ഈ അനാർക്കലിയെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടി നിങ്ങൾക്ക് ഇപ്പോൾ മുതൽ SMS അയച്ചു തുടങ്ങാം. അയക്കേണ്ട ഫോർമാറ്റ് D40J and send it to 56776. ഐഡിയ സ്മാർട്ട് ഫോൺ 3G സ്മാർട്ട് ഫോണിനെ കുറിച്ച് മറക്കരുത്. ഏറ്റവും കൂടുതൽ SMS അയക്കുന്നതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് ഐഡിയ 3G സ്മാർട്ട് ഫോൺ സമ്മാനമായി ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് കോമ്പറ്റീഷൻ ഇസ് ഓൺ. മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക. Okay. So, thank you very much, Anarkali. Namaste. Get back to safe. ഈ ഹിന്ദിയും ഇംഗ്ലീഷും എല്ലാം കേട്ട് കേട്ട് നമുക്ക് മടുത്തില്ലേ? എനിക്ക് ഭയങ്കര എനിക്കൊരു ഒരു മലയാളം പാട്ട് കേട്ടാൽ കൊള്ളാറുണ്ട്. നിനക്ക് അങ്ങനെ ഇല്ലേ? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞാനൊരു ഇന്റർനാഷണൽ ക്യാരക്ടർ ആയതുകൊണ്ട് എനിക്ക് എല്ലാ ലാംഗ്വേജും ഇഷ്ടമാണ്. അപ്പൊ നമുക്കിപ്പോ നിനക്ക് മലയാളം കേൾക്കണമല്ലേ? അപ്പൊ മലയാളത്തിൽ വരുന്ന പെർഫോമൻസ് ആണെങ്കിലും ഈ പാട്ട് പെർഫോമൻസോ, അതായത് മലയാള ഭാഷയിലാണല്ലോ പാട്ട്. പക്ഷെ എന്നിരുന്നാലും ഇത് കേട്ട് കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും സംശയം തോന്നും, ഈ പറഞ്ഞത് മലയാളമാണോ വേറെ ഏതെങ്കിലും ഭാഷയാണോ എന്നുള്ളത്. സോ ഡാൻസ് പോയ മാസ്റ്റേഴ്സ്, നമ്മുടെ മാസ്റ്റേഴ്സിന് വേണ്ടിയുള്ള ട്രിബ്യൂട്ട് റൗണ്ടിൽ ജഡ്ജസ് ചോയ്സുമായിട്ട് ഇപ്പൊ വരാൻ പോകുന്ന ആരാണ്?
അങ്ങോട്ട് നോക്കിയിട്ട് ആരെങ്കിലും വിളിച്ചോടാ, കറക്റ്റ് ആയിട്ട് വിളിച്ചോ. അവിടെ അത് എന്നെ വിളിക്കൂ എന്ന് പറഞ്ഞ ഒരാൾ തലക്കെട്ടൊക്കെ കെട്ടിയിട്ടിരിക്കുന്നുണ്ട്. അതെ, തലക്കെട്ടോ? ഓക്കെ. ഹായ് സ്വാതി, come on, come on, come on. നിറച്ചു ദിനങ്ങൾ അകറ്റി ഞാൻ അതിന്റെ നിറഞ്ഞു കാണാൻ ഇറങ്ങി ഞാൻ എന്നിലെ എന്നെ നീക്കി കണ്ടു ഞാൻ When there's a hole with over here, Harry Corrigo, I'm on the rail. You niggas are living what I see. ഒരു മലയാളം പാട്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. ഞാൻ അപ്പഴേ പറഞ്ഞില്ല ഇത് കഴിയുമ്പോൾ നീ ഇത് പറയുന്നുള്ളത്. മലയാളമാണോ തമിഴാണോ തെലുങ്കാണോ അറബിയാണോ ഒന്നും മനസ്സിലായില്ല. എക്സ്പ്രഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാതി കഴിഞ്ഞിട്ടുള്ളൂ അല്ലേ? സ്വാതി എക്സ്പ്രഷൻസ് ഒക്കെ സർക്കിളൊക്കെ വരുമ്പോ ചവിട്ടം എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ഒരു സംഭവം ഒക്കെ എടുത്തിട്ട് മാത്രം ട്രൈ ചെയ്യണം പോരട്ടെ. അല്ല അങ്ങനല്ല, ഒരു പ്രാവശ്യം കൂടെ കാണിച്ചു സ്ലോ മോഷനിലോ. 1 2 3 ഇത് ഭയങ്കര സിമ്പിളാ. ജിപി കാണിച്ചോ. ആ പേടിക്കണം, സൂക്ഷിച്ച് കിടക്ക് മാറുന്നു. പിന്നെ എനിക്കൊരു സംഭവം ചോദിക്കാറുണ്ട്. നിനക്ക് ഈ ടാസ്ക് കൊടുത്തപ്പോ ഇവിടെ ഒരാളിനെ ഭയങ്കര സന്തോഷം, ക്ലാപ്പ് ഒക്കെ. ഞാനല്ല, എന്നെ ഇവിടെ നോക്കണ്ട, ഞാനല്ല ഇവിടെ. എനിക്ക് കൺഫ്യൂഷൻ. അപ്പൊ ആരെ നോക്കണം? പ്രിയാജീനെ നോക്കണോ? എന്നെ നോക്കണ്ട, ടാസ്ക് കൊടുത്ത് പ്രിയാജി അല്ലേ? പ്രിയാജി എങ്ങനെ അങ്ങനെ പറയും? ടാസ്ക് ഒന്ന് പ്രിയാജിയാണല്ലോ, അപ്പൊ സ്വാഭാവികമായിട്ടും കൈകൊട്ടിച്ചിരിക്കും. ഞാൻ ചെയ്യില്ല. ടാസ്കിന് ചെയ്തപ്പോ ഒരു സന്തോഷത്തില് കൂടി ഒരു അത് ഞാനത് അച്ചീവ് ചെയ്തപ്പോ നിനക്ക് ഗസ് ചെയ്യാൻ പറ്റും. 3 ഓപ്ഷൻ തരാം. ജിപി ഗസ് ചെയ്യൂ ആരാണെന്ന്. 3 ഓപ്ഷൻസ് ക്വിക്ലി. സുഷ് ആണോ? ഇല്ല. അല്ലേ? ദിലു ആണോ? അതെ, കണ്ടോ? അയ്യോ,
അവിടെ മനസ്സിലായി ആദ്യം തന്നെ പേര് പറഞ്ഞത് മിക്കവാറും അല്ല, പണി ഞാൻ ഇനിയിപ്പോ മാറ്റി പിടിച്ചോണ്ട് ഇനിയിപ്പോ സുഷിന്റെ അടുത്താണെങ്കിൽ ഞാൻ പറയും ചെയ്തു ഡാൻസ് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ. ആക്ച്വലി ആ സാധനം കഴിക്കിട്ട് നമ്മുടെ കാട്ടുപറമ്പന്റെ അസുഖം ചെറുതായിട്ട് കൂടിയിട്ടുണ്ടോന്നൊരു സംശയം എന്തത്. ഓ ഈ സംഭവം അല്ലേ, ശരിയാ. അപ്പൊ നമുക്ക് ജഡ്ജ്മെന്റ്സ് അറിയാം. സോ നീരവ് ജി എന്താണ് പറയുന്നത്? The element of hula hoop in your act was nice, but I wish you could have done something more with it. You know, so that was there. One more suggestion: when you do belly dancing, na, it's very graceful. It's a difficult form. It's not so simple. It looks very simple, but it's a very difficult form. The hip movement needs to be very precise. Only hips move and all. And you know, a lot of time you did chest pops and all. They do it. There's a grace to it and all. I just felt there was too much of energy. That is one. Second thing, there's not much clarity in your steps. So next time when you attempt like that, you have to just little extra practice on this. Yeah. So for me, it was nice, but not so great. Not what I expect from Swati. And I've seen your performance in the past. This is not like a performance which Swati has given. So for me, it was a little weak performance. Thank you, Master. ഓക്കെ നീരവ് ജി താങ്ക് യു. ആൻഡ് പ്രിയ ജി? സ്വാതി എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. സ്റ്റാർട്ടിങ് തൊട്ട് ഇത് സ്റ്റെപ്സിൽ വന്ന് കഴിഞ്ഞിട്ടുള്ള ഇതിൽ അവിടുന്ന് എൻഡ് വരെ എനിക്ക് ഇച്ചിരി ഒരു മിഷ്മാഷ് ആയിട്ട് തോന്നി. ആ ബെല്ലി ഡാൻസിൻ്റെ ഇത് ക്ലിയർ ആയി, കട്ടിൻ്റെ നീരവ് പറഞ്ഞ പോലെ ബെല്ലി ഡാൻസ് ആ സ്മൂത്ത്നെസ് ആ ഷാർപ്പ് കട്ട് ഫീൽ ആയില്ല. കം ബാക്ക് വിത്ത് എ ബാങ് സ്വാതി, ബിക്കോസ് തീർച്ചയായിട്ടും സ്വാതി എനിക്കറിയാം സ്വാതി ഈസ് എ വണ്ടർഫുൾ ഡാൻസർ. ആൻഡ് സോ ഇത് സ്വാതിയുടെ ഒരു ഐ തിങ്ക് ഒരു 40% പെർഫോമൻസ് ആയിരുന്നു. ഓക്കെ പ്രിയ ജി, അപ്പൊ അടുത്ത പ്രാവശ്യം മറ്റേ സ്വാതിനെ കൊണ്ടുവരണം. സോ പ്രസിഡന്റ് മാസ്റ്റർ, നിങ്ങളുടെ തുടക്കം ഫസ്റ്റ് ഹാഫ് വരെ വാസ് ഫൈൻ. പാട്ട് തുടങ്ങിയ ശേഷം അവർ ഏറ്റവും ഹൈപ്പ് ബിറ്റ് വരുമല്ലോ, ആ ബിറ്റിൻ്റെ കൊറിയോഗ്രാഫി ഇറ്റ്സ് എ വെരി ഗുഡ്. നല്ല ഫാസ്റ്റ് റിതമാണ് അത്. ഡാൻസ് കളിക്കാൻ കുറേ സ്കോപ്പുള്ള ഒരു റിതമാണ് അത്, ബീറ്റാണ്. ആ സ്ഥലത്തിൽ കൊറിയോഗ്രാഫി വാസ് വെരി ആവറേജ്. ആൻഡ് ദ യൂസേജ് ഓഫ് ഹുല ഹൂപ്പ് കൂടെ ഇച്ചിരി കൂടെ ചെയ്യാമായിരുന്നു. ബിക്കോസ് അത് വെച്ച് കളിക്കുമ്പോൾ നിങ്ങൾ ഭയങ്കര യു ആർ ലുക്കിംഗ് വെരി ഗുഡ്. പക്ഷേ അത് ഇച്ചിരി കൂടി ലെങ്ത് വെക്കാമായിരുന്നു. ആൻഡ് കുറച്ചുകൂടി യു കുഡ് ഹാവ് ട്രൈഡ് സംതിങ് എൽസ് ഇൻ ദ ഹുല ഹൂപ്പ്. നല്ല സോങ് ആയിരുന്നു. യു കുഡ് ഹാവ് ഈസിലി സ്കോർഡ് 10 out of 10. സംവേർ ഏതോ മിസ്സായിപ്പോയി. സോ ഇത് സൂപ്പർ 10 ആണ്. ഇവിടെ എല്ലാ പെർഫോമൻസും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മാർക്കും ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ്. നമുക്ക് മാർക്സിലേക്ക് കിടക്കാം. ഓക്കെ സോ മാസ്റ്റർ മാർക്സ്. ഞാൻ പെർഫോമൻസ് ഐ ഗിവ് യു 8 out of 10. Thank you, Master. താങ്ക് യു മാസ്റ്റർ. പ്രിയ ജി? സ്വാതി 8 out of 10. Thank you, ma'am. താങ്ക് യു. നീരവ് ജി? I'll give you 7 out of 10. Your total is 23 and you're in the danger zone. സോ സ്വാതി, ഇത് നമ്മുടെ സൂപ്പർ 10 ആണ്. ഇവിടെ ആ വേഴ്സറ്റാലിറ്റി എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ ഒരു സ്റ്റൈൽ മാത്രമല്ല, എല്ലാ സ്റ്റൈലിലും മാസ്റ്റേഴ്സ് ആയിട്ട് ഇരിക്കണം എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആ ഒരു എക്സ്പെക്ടേഷൻ. സോ അതിനനുസരിച്ച് വരിക. സോ സ്വാതിയുടെ ഈ ബെല്ലി ഡാൻസ് പെർഫോമൻസ്, ഈ ഒരു അറ്റംപ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സ്വാതിയെ ഐഡിയ പോപ്പുലർ ഡാൻസർ ഓഫ് ദ വീക്ക് ആയിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി ഇപ്പൊ തന്നെ SMS അയച്ചു തുടങ്ങുക. അയക്കേണ്ട ഫോർമാറ്റ് D4D space C and send it to 56776. ഐഡിയ 3G സ്മാർട്ട് ഫോണിന്റെ കാര്യം മറക്കണ്ട. ഏറ്റവും കൂടുതൽ SMS അയക്കുന്ന ആളിൽ നിന്നും ഒരു ഭാഗ്യശാലിക്ക് നമ്മൾ ഐഡിയ 3G സ്മാർട്ട് ഫോൺ സമ്മാനമായി നൽകുന്നതായിരിക്കും. അതുകൊണ്ട് അതും ഒരു കോമ്പറ്റീഷൻ ഐറ്റമാണ്, മറക്കണ്ട. ഞങ്ങളൊരു ടാസ്കോ ഈ പാട്ട് നമ്മൾ ഇടും. ഈ ഹുല ഹൂപ്പ് വെച്ചിട്ട് ഈ എല്ലാ ഗേൾസും ഒന്ന് കറങ്ങി കാണിക്കണം. വേണ്ട, ജസ്റ്റ് വേറെ ബെല്ലി ഡാൻസ്. ബെല്ലി ഡാൻസ് വേണ്ട, ഹുല ഹൂപ്പ് വേണ്ട, ബെല്ലി ഡാൻസ് മതി. വേണ്ട, ഹുല ഹൂപ്പ്. ബെല്ലി ഡാൻസ് മതി. Ajit first. ബെല്ലി ഡാൻസ്. ബെല്ലി ഡാൻസ്. ശരി, ഓക്കെ. ഗേൾസ് ബെല്ലി ഡാൻസ്. ജുവൽ ഓൾസോ. അല്ല, ഞാൻ ഗേൾ, ഐ എം എ വുമൻ. I'm older. I am a woman. Oh, you're gonna feel tanta joy, una present duelo. Tanta presión y una canción que te duele. La hey, ay hey, say happy new year, yeah hey, ഇത് ബെല്ലി ഡാൻസ് ആയിരുന്നോ? പ്ലീസ്, നിങ്ങൾക്ക് ബെല്ലി ഡാൻസ് അറിയില്ല പറഞ്ഞേക്കണം. പ്ലീസ് വന്നി. നമ്മൾ ആൾക്കാർ ഇപ്പൊ നോക്കിക്കോ ബെല്ലി ഡാൻസ്. ബോയ്സ്, നിങ്ങളെ കാണിക്കും ബെല്ലി ഡാൻസ് എന്താണ്. Come on boys.
ബോയ്സ് റംസാന് ഒഴിച്ച് ബാക്കി എല്ലാരും ടെറിബിൾ. അജിത്ത് നീയും കൂടി കോമ്പറ്റീഷനിൽ അംഗമല്ലേ? അജിത്ത് എന്താ ചെയ്തത് ഇവിടെ? എല്ലാ പ്രാവശ്യം ഞാൻ നോക്കിയിട്ടുണ്ട്. നിനക്ക് ടാസ്ക് കൊടുക്കുമ്പോൾ നീ ഏറ്റവും ബാക്കിൽ ചെന്നിട്ട് കവർ ചെയ്തിട്ട് നീ ഇങ്ങനെ ഒളിച്ചോടുന്ന പരിപാടിയാണ്. ആ നിങ്ങള് ബാക്കിയൊക്കെ ആൾക്കാർ നീ ഒറ്റയ്ക്ക് കളിക്കണം ബെല്ലി ഡാൻസ് പോ. അല്ല മാറിക്ക് നീ ഒറ്റയ്ക്ക് പോയി കളിക്ക്. ഞാൻ ജീപ്പി കൂടെ പോ. I can't do belly dancing. I don't know all the forms. I'll be honest. So this is what as in I have seen it. I can judge it. I can, if I have to choreograph it, maybe I'll modify it and all. But pure dancing, belly dancing, I don't know. I'll be honest. But Niravji, whatever it is, we all tried. This was slightly better than everyone. So don't worry about it at all. Thanks a lot. Thank you. But he was the best. Yeah. His dance was the best. Thank you. കഴിഞ്ഞ ആഴ്ചത്തെ ഐഡിയ പോപ്പുലർ ഡാൻസർ ഓഫ് ദ വീക്ക് ആരാണെന്ന് ഇപ്പോൾ അറിയാം. നമ്മുടെ പെർഫോമർ ഓഫ് ദി ഡേ അവാർഡ് പ്രഖ്യാപിക്കാനുള്ള ടൈമാണ്. സോ ലെറ്റ്സ് വെൽക്കം ദി വെരി ഗോർജിയസ് ക്യൂൻ ഓഫ് ദി ഷോ പ്രിയാമണി ടു ജോയിൻ us on the stage. Everybody, let's begin. We gon' shake it like we bring. On the songs that back me moves inside the deep for that. 4 പെർഫോമൻസ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഗേൾസിന് 2 പ്രാവശ്യം ബെല്ലി ഡാൻസ് ഉണ്ടായിരുന്നു. ബോയ്സിൻ്റെ ഗ്രൂപ്പിൻ്റെ ബെല്ലി ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം വെച്ച് കാണുമ്പോൾ ഇന്നത്തെ പെർഫോമർ ഓഫ് ദ ഡേ അവാർഡ് ഗോസ് ടു അജിത് ഫോർ ഹിസ് ബെല്ലി ഡാൻസിങ്. അജിത് ദ ബെല്ലി ഡാൻസർ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ഇവിടെ തീരാൻ പോകുന്ന സമയത്ത് കുറച്ച് ക്ഷമാപണമാണ്. അതായത് ബെല്ലി ഡാൻസ് എന്ന പേരിൽ ഞങ്ങൾ കുറച്ച് കസർത്തൊക്കെ കാണിച്ചു. എനിക്ക് അക്രമമൊക്കെ കാണിച്ചു. ഞങ്ങൾക്ക് ചെറുതായിട്ട് നടുവൊക്കെ വേനെടുക്കേണ്ട. ജീപ്പ് പിന്നെ അനങ്ങിയില്ല. അവൻ സേഫ് പ്ലേ ആണ് നടത്തിയത്. എന്നാലും ക്യാമറയെ ഒളിച്ചു ചാടിപ്പോയ ഒരു ബെല്ലി ഡാൻസർ. ആഹാ, എന്തൊരു സൗന്ദര്യം. ആ മുഖത്തേക്കൊന്ന് നോക്കും. അദ്ദേഹം ഇവിടെ അവാർഡ് പിടിച്ച് നിൽപ്പുണ്ട്. സോ എല്ലാ എപ്പിസോഡിലും നിങ്ങൾക്ക് വേണ്ടി ഇതുപോലുള്ള എന്തെങ്കിലും പുതുമകൾ, എന്തെങ്കിലും ഒരു രസക്കൂട്ട് ഞങ്ങൾ പുതിയതായിട്ട് കൊണ്ടുവരും. സോ അതൊരു വാഗ്ദാനമാണ്. ആ ഒരു പ്രോമിസോട് കൂടി ടൈം ടു സേ ഗുഡ് ബൈ. നമസ്തേ ഫ്രം ഐഡിയ D4 Dance.